ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238355070. ദീപാവലിക്ക് മുന്നോടിയായി രക്ഷാ സ്പെഷ്യൽ സ്കൂളിലെ ഭിന്നശേഷിക്കാരുടെ മൺചിരാതുകൾക്ക് ആവശ്യക്കാർ ഏറെ. രക്ഷാ സ്പെഷ്യൽ സ്കൂളിലെ ഭിന്നശേഷിക്കാരായവർ തയ്യാറാക്കുന്ന മൺചിരാതുകൾക്ക് ആവശ്യക്കാർ ഏറുകയാണ്. വ്യത്യസ്ത നിറങ്ങളിൽ ഒരുക്കുന്ന മൺചിരാതുകൾക്ക് വലിയ ഡിമാൻഡുകളാണിപ്പോൾ. സ്കൂളിലെ വൊക്കേഷണൽ വിഭാഗത്തിൽപ്പെട്ട 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ളവരാണ് ഉത്തരേന്ത്യക്കാർക്കിടയിൽ ദിയ എന്നറിയപ്പെടുന്ന മൺചിരാതുകൾ ഒരുക്കുന്നത്. ദീപാവലി നാളുകളിൽ മൺചിരാതിൽ വിളക്ക് കത്തിക്കുന്നത് പ്രാധാന്യമുള്ള ഒന്നാണ്. വടക്കേ ഇന്ത്യൻ സമൂഹം വളരെ അധികമുള്ള മട്ടാഞ്ചേരിയിൽ അതുകൊണ്ട് തന്നെ മൺചിരാതുകൾക്ക് വലിയ പ്രാധാന്യമാണ്. 4 വർഷമായി ഇവർ മൺചിരാതുകൾ നിർമ്മിക്കുന്നു. ഇതിന് ആവശ്യക്കാർ ഏറിയതോടെ ഇത്തവണ നേരത്തെ തന്നെ തയ്യാറാക്കാൻ തുടങ്ങി. The 40th year of Raksha, I'm happy to be talking about Raksha and our children and the diyas that we are making for Deepavali. In Matanjeri area, if you really look at it, Deepavali is celebrated among different communities here, Konkanis, Gujaratis, Marwadis. So all of them use diyas in certain ways. And today we find Deepavali is celebrated in a bigger way. കൂടുതൽ ആഘോഷങ്ങളും കൂടുതൽ യങ്സ്റ്റേഴ്സും ഒക്കെ ഇതിനകത്ത് ഇടപെടുന്നുണ്ട്. അപ്പം നമ്മുടെ കുട്ടികളെ കൊണ്ട് അതിനകത്തൊരു ഭാഗമാക്കാനും ഈ ദിയാസ് ഉണ്ടാക്കി അതിൻ്റെ ചെറിയൊരു ഇൻകം സ്റ്റൈപ്പൻഡായിട്ട് ആ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർക്കും ഈ സമൂഹത്തിന് എന്തോ ചെയ്യാൻ പറ്റി എന്നുള്ളൊരു ഹാപ്പിനെസ് ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം. ആൻഡ് we have been doing this for the past 5 years, I think, and I'm very happy to be able to talk about Raksha and the children, and I take the opportunity to wish everybody happy Deepavali Ashamsa. കുട്ടികൾ തന്നെ ചെയ്യുന്നു with the help of the teachers and some of the parents also help, because അവർക്ക് പരിമിതികളുണ്ട്. ഇതിനു പുറമെ കാറ്ററിംഗ്, തയ്യൽ, കാർപ്പന്റിംഗ്, ബേക്കിംഗ് എന്നിവയിലും ഇവിടുത്തെ ഭിന്നശേഷിക്കാർക്ക് പരിശീലനം നൽകുന്നുണ്ട്. പ്രോജക്ട് കോർഡിനേറ്റർ എലിസബത്ത് ഫിലിപ്പ്, എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഗിരിജാനാഥ് മേനോൻ, പ്രിൻസിപ്പൽ എലിസബത്ത് ഷാർലി, വൊക്കേഷണൽ യൂണിറ്റ് കോർഡിനേറ്റർ റെനെ കാർഡോസ് എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.